ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബ്രെഡ് ഓംലെറ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്, ബ്രെഡ് എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും മല്ലിയിലയും പച്ചമുളകും കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഞാൻ പാകത്തിന് ഉപ്പും കൂടെ ഇതിൻ്റെ ഒപ്പം അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്, എന്നിട്ടാണ് ഞാൻ ചതച്ചെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ഇതേപോലെ ഒന്ന് ചതച്ച് എടുക്കുക. ഇനി ഞാൻ ബ്രെഡ് നന്നായിട്ട് പൊടിക്കുകയാണ്. ഇത് കണ്ടോ, ഇതേപോലെ പൊടിക്കണം. അപ്പോൾ അതിൻ്റെ നമ്മുടെ സൈഡിലത്തെ ആ ബ്രൗൺ കളർ അതൊന്നും മാറ്റണ്ട, അതേപോലെ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം. ചെറുതായിട്ട് കൈകൊണ്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇനി ഞാൻ മുട്ട നമുക്ക് നല്ലതായിട്ട് പതപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയിലൊന്നിട്ട് അടിക്കാമെന്ന് വെച്ചു. അപ്പം നമ്മുടെ മുട്ട അത്രയും പൊട്ടിച്ചൊഴിച്ചിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കും. ഒരു 3-4 മിനിറ്റ് കണ്ടിന്യൂസ് അടിക്കുമ്പോൾ നന്നായിട്ട് പതഞ്ഞ് കിട്ടും മുട്ട. അപ്പം അങ്ങനെ അടിച്ചെടുത്താണ് ഈ മുട്ട. അപ്പം അതിലേക്ക് ഞാൻ നമ്മുടെ ചതച്ച് വെച്ച ഉള്ളിയും കറിവേപ്പിലയും മല്ലിയിലയും പച്ചമുളകും എല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ എടുക്കണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഈ ബ്രെഡ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഈ ബ്രെഡ് ചൂടാക്കുമ്പോഴത്തേക്കിന് കുറച്ച് വെള്ളം തളിച്ച് കൊടുത്ത് എടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അത് ഡ്രൈ ആയതുപോലെ ആകും. അപ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് വെള്ളം കുടഞ്ഞു കൊടുത്തിട്ട് ഒന്ന് ചൂടാകണം. ഒന്ന് കൈ വെച്ച് തൊട്ട് നോക്കുക അത് ചൂടായോ ഇല്ലയോ എന്ന്. അപ്പം നല്ല ചൂടായി കഴിയുമ്പോഴത്തേക്കിനാണ് ഇത് മാറ്റേണ്ടത്. അല്ല അത് ബ്രെഡ് ഒരിക്കലും അത് ഫ്രൈ ആക്കി എടുക്കണ്ട. അപ്പം ഞാൻ ഇടയ്ക്ക് വെള്ളമൊക്കെ തളിച്ച് കൊടുത്തിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബ്രെഡ് ചൂടായി. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റി. അപ്പം ഈ നമ്മൾ മുട്ട കലക്കി വെച്ചതിനകത്തോട്ട് ഞാൻ കുറച്ച് മൈദ പൊടി ചേർത്തു, 1 സ്പൂണ് മൈദാപ്പൊടി, അല്ലെങ്കിൽ കോൺഫ്ലോർ ചേർത്താൽ മതി. കോൺഫ്ലോർ ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ മൈദാപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മുട്ടയൊന്ന് പൊടിച്ചെടുക്കാം. ഇതേപോലെ നന്നായിട്ട് പരത്തിയെടുക്കണം നമ്മുടെ ദോശക്കല്ലിൽ. അപ്പോൾ അത് നന്നായിട്ട് ഇച്ചിരി കനം കുറച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കുക. ഇടയ്ക്ക് മുകളിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യ് ഇഷ്ടമാണെങ്കിൽ, മുട്ടയിൽ നെയ്യ് ചേർക്കുന്ന ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് മുട്ടയുടെ മുകളിലോട്ട് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഇത് നമുക്ക് മറിച്ചിടണം. അപ്പോൾ ഇത് പൊട്ടാതെ അടിവശം നല്ലതായിട്ട് മുരിഞ്ഞ് കഴിയുമ്പോഴത്തേനും വെന്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ചിടണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ നമ്മുടെ ബ്രെഡ് മിക്സ് ചെയ്തത് ചൂടാക്കിയത് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് മടക്കിയെടുക്കാം. ഇതേപോലെ എല്ലാം ചെയ്യാം. ഇപ്പം ഞാൻ ഒരു 3 മുട്ടകൾ എടുത്തായിരുന്നു. 4 മുട്ടയ്ക്ക് ഒരു 2 ബ്രെഡ് മതിയാവും, 2 ബ്രെഡ് പൊടിച്ചത് മതിയാവും. അപ്പോൾ അതെന്നിട്ട് മടക്കിയെടുക്കുകയാണ്. ഒരു സ്പെഷ്യൽ പലഹാരമാണ്. ഒരു 4 മണിക്ക് ചായയുടെ ഒക്കെ കൂടെ കഴിക്കാം. സ്നാക്സ് കുട്ടികൾക്ക് സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കിന് അവർക്കിത് കൊടുക്കാം. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വീടുകളിൽ തയ്യാറാക്കി നോക്കണം. ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. വീട്ടിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് വേണം അഭിപ്രായമൊക്കെ പറയാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ എനിക്കിപ്പോൾ ഒരു മുട്ട സ്നാക്സ് കൂടി, ഒരു ബ്രെഡ് സ്നാക്സ് കൂടി ഉണ്ടാക്കാനുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ റെഡിയായി ഒന്ന്. അപ്പോൾ ഇതേപോലെ ഞാൻ മറ്റേതും ഒന്നും കൂടി ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഇതൊന്ന് മുറിച്ച് നോക്കണം. അപ്പോൾ അതിനകത്ത് ബ്രെഡ് ആ പൊടിയെല്ലാം ഒന്ന് ചൂടായതുകൊണ്ട്, ആ ബ്രെഡ് ചൂടായതുകൊണ്ട് ആ ബ്രെഡിൻ്റെ ആ ചുവയൊന്നും കാണത്തില്ല. മുട്ടയും ഇതും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ആയിരിക്കും ഇതിലിരിക്കുന്നത്. കുട്ടികൾക്കൊരു വെറൈറ്റി
പലഹാരം എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അവർക്ക് ഇത് കാണുമ്പോഴും അവർക്കൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും. പുതിയ തരത്തിലെ ഷേപ്പും ഒക്കെ കാണുമ്പോഴത്തേക്കിനും കുട്ടികൾ കഴിക്കും. വീട്ടിലെല്ലാവരും ഇഷ്ടപ്പെടും. അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.